ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീക്കങ്ങളെല്ലാം ഒരു ക്രിമിനൽ ബുദ്ധിയുള്ളതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി വെളിവാകുന്ന ഒരു വാർത്ത കൂടി ഞാൻ പ്രേക്ഷകരെ അറിയിക്കാം. ഇക്ബാൽ ഇറക്കലുണ്ട് പാലക്കാട് നിന്നും. ഇക്ബാൽ, രാഹുൽ മാങ്കൂട്ടത്തിനായി തെരച്ചിൽ തുടരുന്നതിനിടയിൽ രാഹുൽ മുങ്ങിയ ദിവസത്തെ DVR, രാഹുൽ കെയർടേക്കറെ സ്വാധീനിച്ച ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ നശിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളൊരു ക്രിമിനൽ ബുദ്ധിയോടുകൂടി പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കി അതിവിദഗ്ധമായി മുങ്ങുകയാണ് ചെയ്തത് എന്നതല്ലേ വ്യക്തമാകുന്നത്. ഇതെല്ലാം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തിരിച്ചടിയാവില്ലേ? തെളിവുകൾ നശിപ്പിച്ചിരിക്കുകയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗുഡ് മോർണിംഗ് ഇക്ബാൽ. അരുൺകുമാർ, തീർച്ചയായും വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു ക്രൈം ചെയ്യുക എന്നെല്ലാം പറയുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒളിവിൽ പോയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം വ്യാഴാഴ്ചയാണ് ഈ അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുന്നത്. ആ സമയത്ത് രാഹുൽ വൈകിട്ട് 5:15 കൂടി പാലക്കാട് നഗരത്തിൽ കുന്നത്തൂർ മേടുള്ള ഫ്ളാറ്റിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഈ എത്തുന്നുണ്ടെങ്കിലും രാഹുൽ ഫ്ളാറ്റിലേക്ക് എത്തി എന്ന് അല്ലെങ്കിൽ ആ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളെല്ലാം അന്നത്തെ ദിവസത്തെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ഈ SIT സംഘത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ആ ഫ്ളാറ്റിലെ കെയർടേക്കറെ സ്വാധീനിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ DVRൽ നിന്ന് ഈ വ്യാഴാഴ്ച ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും പോലീസ് സംഘം അത്തരത്തിലൊരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. ഏതായാലും കെയർടേക്കറെ SIT സംഘം വിശദമായി ചോദ്യം ചെയ്യും. ഇന്ന് ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളത് ഇന്നലെ തന്നെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഏതായാലും രാവിലെ 9 മണിയോടുകൂടി തന്നെയായിരിക്കും ഈ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിട്ടുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ ഈ പാലക്കാട് കുന്നത്തൂർ മേടുള്ള ഫ്ളാറ്റിലേക്ക് എത്തി ഈ കെയർടേക്കറെ ചോദ്യം ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ഈ വ്യാഴാഴ്ച ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഈ ഫ്ളാറ്റിന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങളും SIT സംഘം പരിശോധിക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വ്യാപകമായിട്ടുള്ള തിരച്ചിലും പരിശോധനയും തെളിവ് ശേഖരണമാണ് ഈ SIT സംഘം പാലക്കാട് ഇപ്പോഴും നടത്തിവരുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള 8 അംഗ സംഘമാണ് ഇപ്പോഴും ഈ പരിശോധന തുടരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഏതായാലും നിർണായകമായിട്ടുള്ള വിവരം എന്ന രീതിയിൽ ഈ ഒരു തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയുകയും പിന്നീട് ഈ ഫ്ളാറ്റിലേക്ക് എത്തി ഔദ്യോഗിക വാഹനം അവിടെ ഉപേക്ഷിച്ച് പിന്നീട് സുഹൃത്തിന്റെ വാഹനത്തിലാണ് രാഹുൽ അവിടെ നിന്ന് കടന്നു കളഞ്ഞെന്നുള്ള നിഗമനത്തിലുമായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഫ്ളാറ്റിലേക്ക് എത്തി പരിശോധിക്കുമ്പോൾ CCTVയിൽ വ്യാഴാഴ്ച ദിവസത്തെ CCTV ദൃശ്യങ്ങളൊന്നുമില്ല, അതെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ റിട്രീവ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് അതിജീവിത മൊഴി നൽകിയതുപോലെ മെയ് മാസം അവസാന വാരത്തിലെ ദിവസങ്ങൾ തന്നെ രാഹുൽ ഈ ഫ്ളാറ്റിലേക്ക് എത്തിച്ച് ബലാത്കാരമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു അതിജീവിത നൽകിയ മൊഴി. ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ DVRന്റെ ബാക്കപ്പിന്റെ കുറവ് മൂലം ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ ദൃശ്യങ്ങൾ കൂടി കണ്ടെത്താനുള്ള റിട്രീവ് പദ്ധതി കൂടി പോലീസ് നടപ്പിലാക്കും. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇതെല്ലാം ചെയ്യുക ഈ SIT സംഘം. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ഏതൊക്കെ തരത്തിൽ തനിക്ക് തിരിച്ചടിയാകുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇയാൾ പുറത്തു വന്നാൽ തെളിവുകൾ നശിപ്പിക്കും. ഒരു പ്രധാനപ്പെട്ട തെളിവ് വന്നിരിക്കുന്നു. അയാൾ താമസിക്കുന്ന ഫ്ളാറ്റിലെ കെയർടേക്കറെ സ്വാധീനിച്ച് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ തെരഞ്ഞുപിടിച്ച് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇയാൾ CCTV ഉള്ള സ്ഥലങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോലീസിനെ അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കി പല വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഒളിവിലിരുന്ന് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നതാണ്. ഹരി നമുക്ക് പോകേണ്ട ഒരിക്കൽ കൂടി. ഹരി, ഇതിപ്പോൾ വലിയ രീതിയിൽ വലവിരിക്കുകയാണ്. ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം ഹർജി പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ പരമാവധി അയാൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തെളിവ് നശിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി വലവിരിച്ചിരിക്കുകയാണോ ഇപ്പോൾ? അരുൺ, തീർച്ചയായിട്ടും അതിജീവിത നൽകിയിട്ടുള്ള പരാതിയിലെ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള തെളിവുകൾ പരമാവധി ശേഖരിക്കാനും ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം രാഹുലിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് വിലയിരുത്തുന്നത്. ADGP H. വെങ്കടേഷിന്റെ നിർദ്ദേശപ്രകാരം തന്നെ എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാർക്കും കീഴിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. രാഹുലിനെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി രാഹുലിനെയും ജോബിയെയും ഒരേ നിലയിൽ തന്നെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ
സ്ഥലങ്ങളിൽ ചെന്ന് പരിശോധന നടത്താനുള്ള എല്ലാ അനുവാദവും ADGP എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ സംശയമുള്ള ആളുകൾ, അതായത് രാഹുലിനെ സഹായം ചെയ്ത് നൽകുന്നു അല്ലെങ്കിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംശയം തോന്നുന്ന ആളുകളെ ചോദ്യം ചെയ്യാം എന്നടക്കമുള്ള കാര്യങ്ങൾ ADGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു സംഘം തന്നെ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്നു. അതുകൂടാതെ തമിഴ്നാട്ടിലും ഒരു സംഘം ഇപ്പോഴും നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ. അരുൺ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഹരിയാണ് വിവരങ്ങൾ നൽകിയത്.